ഓ സുഖല്ലേ? സുഖം തന്നെ. ക്രിസ്മസ് ആയിട്ട് വേറെന്താ പരിപാടി? ഏതെങ്കിലും മതങ്ങളുടെ ഒരു ക്രിസ്മസ് വിശേഷം? എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ക്രിസ്മസ് ആയിട്ടില്ല, ഇത്തവണ എവിടെയും വത്തിക്കാനിൽ പോണില്ലേ ക്രിസ്മസ് ആയിട്ട്? ആഗ്രഹമുണ്ട്, പക്ഷെ ക്രിസ്മസ് ആയിട്ട് ഇത്തവണ വീട്ടിൽ തന്നെ. വീട്ടിൽ തന്നെ ക്രിസ്മസ്. മതങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ്? ട്രീ ഉണ്ടാക്കോ? ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും, ദിവ്യ ഉണ്ടാക്കാറുണ്ട്. ദിവ്യാണ് എല്ലാം ചെയ്യുന്നത്. പുൽക്കൂടൊക്കെ ദിവ്യാണ് ചെയ്യാറുള്ളത്. എല്ലാം ഉണ്ടാക്കും. യെസ്. എന്റെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്റെ അച്ഛന്റെയും അമ്മയുടെയും 30th വെഡിങ് ആനിവേഴ്സറി ആണ്. 30th വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. യെസ്. അപ്പൊ സ്പെഷ്യൽ ക്രിസ്മസ് എല്ലാപ്പോഴും സ്പെഷ്യൽ ആണ് നമുക്ക് ക്രിസ്മസ്. നമ്മുടെ 30th വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ മാസത്തിലായിരുന്നു. ഓ, ഏകദേശം ഒരേ സമയങ്ങളിൽ. അതെ. ക്രിസ്മസോ എംജെങ്ങളുടെ ക്രിസ്മസ് എങ്ങനെയാ? ക്രിസ്മസ് മനസ്സിലാണ്, പുറമെ ആഘോഷങ്ങളില്ല. പുറമെ അധികം ആഘോഷങ്ങളില്ല. പക്ഷെ ഒരു കാലത്ത് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്റെ അമ്മയ്ക്ക് ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കും. അതൊരു 2 മാസം മുമ്പേ തുടങ്ങും. കേക്ക് മിക്സിങ് നേരത്തെ തുടങ്ങും. എന്നിട്ട് ഒരു എത്രയോ ടൺ കേക്കുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും. അപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ നിന്നും കട്ടിലിനല്ലാതെ ബാക്കിയെല്ലാം കേക്കായിരിക്കും. നമ്മൾ നടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടി കേക്കിന്റെ ഇടയിൽ കൂടെ ചാടി നടക്കണം. എന്റെ സ്വപ്നത്തിലുള്ള വീട് അങ്ങനെയാണ്. പ്ലം കേക്ക് എന്റെ അമ്മ ഉണ്ടാക്കും, അസാധ്യമായിട്ട് ഉണ്ടാക്കും. അപ്പൊ അത് അമ്മയുടെ മംഗല്യ ബേക്കറിയിൽ അത് കൊടുക്കുമായിരുന്നു. അത് മാത്രമല്ല, ക്രിസ്മസ് ബസാറുണ്ട് ഗവൺമെന്റിന്റെ. അവിടെ അമ്മയുടെ മംഗല്യ ബേക്കറിയുടെ ഒരു സ്റ്റാൾ ഉണ്ടാവും. അവിടെ എത്രയോ ടൺ കണക്കിന് കേക്കാണ് വിൽക്കുന്നത്. മൈ ഡ്രീം ഹൗസ്. ഞാൻ അവിടെ മാത്രമല്ല, ആ കേക്ക് ഇങ്ങനെ പൊതിയുന്ന രീതിയുണ്ട്, ഈ പ്ലം കേക്ക് പൊതിയുന്ന രീതി. എന്നിട്ട് അവസാനം അതിന്റെ മേളില് മംഗല്യ ബേക്കറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കും. ഇതൊക്കെ ദിവസങ്ങളോളമുള്ള പരിപാടിയാണ്. അപ്പൊ അതിലൊക്കെ ഞാനും അതിന്റെ ഭാഗമായിട്ടുണ്ട്, എന്റെ ചേട്ടനും ഭാഗമായിട്ടുണ്ട്, നമ്മുടെ അനിയത്തിമാരും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടൻ്റെ വീട്ടിൽ പോയി. ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അവിടുത്തെ ബേക്കറി. അതിന്റെ നല്ല വാസനയാണ് അവിടെ നിന്ന്. സീസൺ 1 മുതൽ അച്ഛനാത്ര അച്ഛൻ. മധുര അസൂയാട്ടോ, എന്റെ മോളാണെന്നുള്ള അസൂയ. ഒരു ജിലേബി പോലും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കേക്കിന്റെ എണ്ണം കൂടി നാളെ ഫ്ലോറിലുള്ള എല്ലാവർക്കും ഓരോ കേക്ക് നമ്മളിങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കില്ലേ, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരാൾ അങ്ങോട്ട് കേക്ക് കൊടുക്കും, വേറൊരാൾ ഇങ്ങോട്ട്. എല്ലാരും കാത്തിരിക്കണം കേട്ടോ. അതിന് മുന്നേ ഒരാള് പാടാനെത്താണ്. നമ്മുടെ മൈഥിലിക്കുട്ടിയാ വരുന്നത്. വിളിക്കാം. ഇതിന്റെ ഇടയ്ക്ക് ഒരു പാട്ട് കേട്ടാലോ? കേൾക്കണം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം മൈഥിലിക്കുട്ടി ഓൺ സ്റ്റേജ്. മൈഥിലി കുഞ്ഞെ, എന്ത് പറയുന്നു? എന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. ആണോ? അച്ഛൻ 2 വർഷം കൂടിയാ വരുന്നേ. എവിടെയാ അച്ഛൻ? അത് ഒമാനിലാണ്, മസ്കറ്റിലാണ് അല്ലേ? അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ മൈഥിലി കുഞ്ഞ്? പിടിക്കുകയാണ്, കലക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇവിടെ വന്നപ്പോ എന്താ പറഞ്ഞേ? അച്ഛൻ പറഞ്ഞു നന്നായിട്ട് പാടണം എന്ന് പറഞ്ഞു. അല്ല, 2 വർഷം കഴിഞ്ഞിട്ടാണോ അപ്പൊ അച്ഛൻ അപ്പൊ കുഞ്ഞാവേനെ ഇപ്പോഴാണ് കാണുന്നത്? പിന്നെ അച്ഛൻ ആദ്യമായിട്ട് എന്റെ പാട്ട് ലൈവായിട്ട് കേൾക്കാൻ പോകുന്നത്. ഓ, സ്പെഷ്യൽ. അപ്പൊ അച്ഛന് അഭിമാനാണ് ശരിക്കും. തീർച്ചയായും അല്ലെ, നമ്മുടെ കുഞ്ഞ് വെരി പ്രൗഡ്. വി ആർ പ്രൗഡ് ടു. അതാണ് മോളുടെ ഒരു ഭയങ്കര വൈബ്രന്റ് ആണ്. പിന്നെ ഈ സ്റ്റേജ് വരുമ്പോ കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ പാട്ട് പാടുമ്പോൾ അതിൽ ശ്രദ്ധയുണ്ട്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരാളാണ്. അപ്പൊ യു ക്യാൻ ബി പ്രൗഡ് കേട്ടോ. അതെ, മസ്കറ്റിലെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ അഭിപ്രായങ്ങള്? പിന്നെ എന്റെ അച്ഛന്റെ അനിയന്റെ മകള് വന്നിട്ടുണ്ട്, ലച്ചു. അതാണോ? പിങ്ക് എവിടെ മുഖം കാണുന്നില്ലല്ലോ. ലച്ചു അതിനിപ്പുറത്ത് അനീതി ഉണ്ടല്ലോ. അപ്പൊ അച്ഛന്റെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ടാണ് അല്ലേ പാടാൻ പോകുന്നത്. ഒരു ലൈവ് പെർഫോമൻസ് ആദ്യമായിട്ട് അച്ഛൻ കാണാൻ പോവാണ്. അപ്പൊ ഏത് പാട്ടാണ്? നീലാഞ്ജന പൂവിൻ താലാട്ടൂഞ്ഞൽ. നൈസ്, വെരി ഗുഡ്. പൈതൃകം സിനിമയിലെ ബോംബെ ജയശ്രീ മാം പാടിയത്. ജയരാജ് സാറാണ് ഡയറക്ടർ. എനിക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയാണ്, ബ്യൂട്ടിഫുൾ ഫിലിമാണ്, നല്ല പാട്ടുകളുണ്ട്. അതെ. അപ്പൊ ബാക്കി ഡീറ്റെയിൽസ്. വർഷം 1993, സംഗീതം SP വെങ്കടേഷ് സാർ, എഴുതിയത് കൈതപ്രം സാർ. ഇതിന് 2 വേർഷൻസ് ഉണ്ടോ? ചിത്ര ചേച്ചി പാടിയതും ബോംബെ ജയശ്രീ ചേച്ചി പാടിയതും ഉണ്ട്. ജയശ്രീ ചേച്ചി എന്റെ പ്രിയപ്പെട്ട സിസ്റ്റർ, എന്റെ ചേച്ചിയാണ്, അത്രയും പ്രിയപ്പെട്ട ചേച്ചിയാണ്. ഇടയ്ക്ക് ചേച്ചിയായിട്ട് സംസാരിക്കാറുണ്ട്. എൻ്റെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ചേച്ചിയുടെ കച്ചേരി കേൾക്കാനായിട്ട് എത്രയോ
കച്ചേരി കേൾക്കാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള ചേച്ചിക്ക് ഒരു വലിയൊരു നമസ്കാരം. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. വെരി നൈസ് മോളെ, വെരി ഗുഡ് വെരി ഗുഡ്. ഷോ
ഇപ്പൊ അപ്പടി പ്രശ്നമായല്ലോ. എന്താ പറ്റി? കാരണം പുലരി അതൊരു എന്താണ് ചെയ്യണമെന്ന് ഒരു പിടി കിട്ടുന്നത്. ആ പുലരിയോ അത് കറക്റ്റ് ആയിരുന്നെങ്കിൽ അതിൽ നമ്മൾ കുടുങ്ങി കിടക്കുകയാണ്. അതില് അതാണ് നമ്മള് നമ്മള് അതെ ഇങ്ങനെ ആലോചിക്കുക. കുടുങ്ങിപ്പോയി. രക്ഷിക്കാൻ ഒരു ചേട്ടൻ വരും. രക്ഷിക്കാൻ ഒരു ചേട്ടൻ വരുമോ? അപ്പൊ കൈ പിടിച്ചോണം. ഇപ്പൊ എന്ത് ചെയ്യും ക്യാപ്റ്റൻ? ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾ എന്റെ കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ നമുക്ക് 3 പേർക്കും കൂടെ ഒരു പെർട്ടിക്കുലർ സ്കോർ പറഞ്ഞ് മുന്നോട്ട് പോവാം. ഒരു പെർട്ടിക്കുലർ സ്കോർ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ പിണങ്ങിപ്പോയ പോലെ ഇനി പിണങ്ങിപ്പോയേക്കും. പിണങ്ങരുത്. MJ sir, no. സിപ്പ് ലൈനിൽ നമ്മൾ ഒരുമിച്ചാണ്. ഓക്കെ. അപ്പൊ സിപ്പ് ലൈൻ എവിടെ എത്തി? പാതിയിലെത്തിയോ അതോ ഫുള്ളായിട്ട് അതുവരെ എത്തിയോ അതോ 99 വരെ എത്തി നിൽക്കുന്നു ഇപ്പൊ സിപ്പ് ലൈൻ? അതാണ് അങ്ങോട്ട് കടക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പുലരിയോ പ്രശ്നം. ഞാൻ നന്നായിട്ട് പാടി, ഒരു തെറ്റും ഇല്ലായിരുന്നു. ചെറിയ തെറ്റല്ലേ? ചെറിയ തെറ്റല്ലേ? 100 കിട്ടണമെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലേ? ചെറിയ തെറ്റ് വന്നാലും 99 ആവും, അല്ലെങ്കിൽ 99.5 ആവും, അല്ലെങ്കിൽ 99.75 ആവും. എന്നാലും 0.25 കുറയൂലേ? അപ്പൊ എന്ത് ചെയ്യും? പിന്നെ പാടി കേൾപ്പിച്ചില്ലേ? ഞാൻ ഒന്നുകൂടെ പാടി കേൾപ്പിച്ചില്ലായിരുന്നു. പിന്നെ ഒന്നുകൂടെ പാടി കേൾപ്പിച്ചല്ലേ? അതൊരു നല്ലൊരു കറക്റ്റ് ആയിട്ട് വരും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെ, അപ്പൊ കുഞ്ഞിന് അങ്ങനെയൊക്കെ പാടാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. അതെ അതെ. അതുകൊണ്ട് യു ആർ ഗോയിങ് ടു ബി അവാർഡഡ് 100 on 100 ടുഡേ. വിളിച്ചോ, കസിൻ അനിയത്തിനെ എല്ലാരും വിളിച്ചോ പെരുക്കാൻ. സന്തോഷായോ മൈഥിലി കുട്ടി? സന്തോഷായി. എത്ര 100 കിട്ടി? ചേട്ടൻ ഹാപ്പി അല്ലേ? ഇത് ഫസ്റ്റ് 100 ആണോ? ഫസ്റ്റ് 100 ആണ്. അതും അച്ഛൻ വന്ന ദിവസം. അച്ഛൻ എന്താ പറയാനുള്ളത്? മൈഥിലി കുട്ടിയുടെ അച്ഛന് സന്തോഷം, ഹാപ്പിയായി ഇന്ന് തന്നെ ഇങ്ങനെ സ്പെഷ്യൽ ഡേ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ ബൈ.